ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെവനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി ആ ഒരു മാളവികയുടെ കൂട്ടുകാരത്തിയുടെ മുന്നിൽ വന്ന് നിൽക്കുക. അപ്പോൾ എങ്ങനെയെങ്കിലും സത്യങ്ങൾ പറയിപ്പിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം മാളവിക എവിടെയുണ്ടെന്നും ആരുടെ വീട്ടിലാണെന്നൊക്കെ എല്ലാ ഡീറ്റെയിൽസുകളും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കും രേവതിക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ്. പക്ഷേ അവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല സാറുമാരെ. പക്ഷേ അവർ കല്യാണം കഴിക്കും. അവരുടെ ഇഷ്ടങ്ങൾ രണ്ട് വീട്ടുകാരോടും തുറന്നു പറഞ്ഞതാ. പക്ഷേ രണ്ട് വീട്ടുകാരും അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് അവർ ഓടിപ്പോകാനുള്ള കാരണം. അങ്ങനെ അവർ ഒളിച്ചോടി പോവുകയും ചെയ്തു. പക്ഷേ അവർ കല്യാണം കഴിച്ചിട്ടില്ല. ഇനി അവരുടെ ബന്ധുക്കാർ അവരെ കണ്ടെത്തി അവരുടെ കല്യാണം നടത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവർ ഉറപ്പായിട്ട് അവർ കല്യാണം കഴിക്കും. അവർ പിരിയാൻ വേണ്ടി നടന്ന ആൾക്കാരല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ രമ്യ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കും രേവതിയും പറയുകയാണ്, ശരി, ഇത്രയും ഡീറ്റെയിൽസ് തന്നതിന് രമ്യ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, രമ്യ പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് രമ്യയെ പറഞ്ഞു വിടുക. അങ്ങനെ രമ്യയെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ രേവതിയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഇനി ഏതായാലും അവരുടെ അടുത്ത് പോയേ മതിയാവുള്ളൂ. അവരുടെ അടുത്ത് പോയി അവരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് എല്ലാം ഒത്തുതീർപ്പാക്കണം. ഇതാണ് അവരുടെ മനസ്സിലിരിപ്പ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബീരാനിക്ക. ബീരാനിക്കയും ഫാമിലിയിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ബീരാനിക്കയുടെ പെങ്ങളുടെ മോനാണ് ഈ പെണ്ണിൻ്റെ ഒപ്പം ഒളിച്ചോടി പോയിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇന്ന് കരയുക. അപ്പോൾ പെങ്ങളുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതെ എൻ്റെ പൊന്നു പെങ്ങളെ മഞ്ജു ഇങ്ങനെ കിടന്ന് കരയല്ലേ, കരഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ, പോകേണ്ടതൊക്കെ പോയി, പക്ഷേ നിങ്ങളാണ് ഇതിൽ തെറ്റുകാരി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ എന്താണ് തെറ്റ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ്റെ ഇഷ്ടം നിങ്ങളോട് വന്ന് തുറന്നു പറഞ്ഞതല്ലേ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? മോനെ നമുക്ക് അന്വേഷിക്കാം, നല്ല ബന്ധമാണെങ്കിൽ നമുക്കൊന്ന് നടത്താം എന്ന് പറയണമായിരുന്നു. പക്ഷേ അതുമെല്ലാം പറഞ്ഞോ? ഇല്ലല്ലോ. അവനോട് കയർത്ത് സംസാരിക്കുകയും ചെയ്തു, ഈ ബന്ധം നടക്കില്ലെന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടല്ലേ അവനിപ്പോൾ ആ പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടി പോയത്. ഇനി അവനെ കണ്ടെത്താനായിട്ട് പറ്റുമോ? ഇനിയിപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? എല്ലാത്തിനും ഉത്തരവാദി നിങ്ങൾ രണ്ടുപേരുമാണെന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ബിരാനിക്കയുടെ പെങ്ങൾ പറയാണ്, ഞാൻ ഇങ്ങേരോട് പറഞ്ഞതാണ്, നമുക്കൊന്ന് പോയി അന്വേഷിക്കാം, നല്ല ബന്ധമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാം എന്നൊക്കെ ഞാൻ ഇങ്ങേരോട് പറഞ്ഞതാണ്. പക്ഷേ ഇങ്ങേരാണ് അതൊന്നും കേൾക്കാതിരുന്നത്. പിന്നെ എന്ത് ചെയ്യാനാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇപ്പം എന്ത് സംഭവിച്ചു? അപ്പോഴേക്കും പെങ്ങക്കടെ ഭർത്താവാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല, കാരണം അച്ഛനും അമ്മയും ഏത് പെണ്ണിനെയാണ് അന്വേഷിച്ച് കൊടുക്കുന്നത്, അവരെ കല്യാണം കഴിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ രണ്ടുപേരും എന്താ കല്യാണം കഴിച്ചില്ലേ? വീട്ടുകാരല്ലേ ഞങ്ങളുടെ കല്യാണം നടത്തി തന്നത്. അപ്പോൾ എന്താ ഞങ്ങൾ സന്തോഷത്തോടെ സുഖത്തോടെ ജീവിക്കുന്നില്ലേ? അതേപോലെ തന്നെ വീട്ടുകാർ അവനൊരു പെണ്ണ് ആലോചിച്ച് കൊടുക്കുമായിരുന്നു. ആ പെണ്ണിന് വേണമായിരുന്നു കല്യാണം കഴിക്കാൻ. നല്ല ബന്ധങ്ങളല്ലേ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഒപ്പിച്ചു കൊടുക്കുള്ളൂ. എന്നിട്ട് അവൻ്റെ ഇഷ്ടത്തിന് അവനൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഞാൻ നടത്തി കൊടുക്കില്ല. എൻ്റെ പൊന്നളിയാ, ഒന്ന് സമ്മതിക്കണം, അല്ലാതെ എന്താ? അപ്പോൾ ബീരാനിക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തുകൊണ്ടും അവരുടെ അച്ഛനും അമ്മയൊക്കൊന്നും സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. അവിടെ നമ്മുടെ ബീരാനിക്കാണെങ്കിൽ നിങ്ങൾ ഏതായാലും മക്കളെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കല്യാണത്തിന് നിങ്ങൾ അംഗീകരിക്കണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവിയാണ്. അപ്പോൾ രവിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക ഈ വരാന്തയിൽ. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ചന്ദ്ര വന്നിട്ട് പറയുകയാണ്, രവിയേട്ടാ ഇതെന്താ രവിയേട്ടൻ ഇവിടെ ഇരിക്കുന്നത്, ഫുഡ് കഴിക്കുന്നില്ലേ, വാ വന്ന് ഫുഡ് കഴിക്ക്. എനിക്ക് വേണ്ട ചന്ദ്രേ. എന്താ വേണ്ടാത്തത്? മനസ്സിലായി, രേവതി മോളില്ലാത്തത് കൊണ്ടാണല്ലേ. രേവതി മോള് ഭക്ഷണം വിളമ്പി തന്നാലല്ലേ ഇങ്ങേർക്ക് ഇറങ്ങുള്ളൂ, അതുകൊണ്ടായിരിക്കും. എൻ്റെ പൊന്ന് ചന്ദ്ര, നീ ഒന്ന് പോകാവോ, എനിക്ക് കുറച്ച് മനസമാധാനം തരാവോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ശരി, ഇപ്പം ഞാനായി മനസമാധാനക്കേട്, ഞാൻ ഭക്ഷണം കഴിക്കാനല്ലേ വിളിച്ചുള്ളൂ. രേവതി മോളും സച്ചി മോനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് വന്നോളും എന്ന് പറഞ്ഞ് പട്ടിണി കിടക്കേണ്ട കാര്യം ഉണ്ടോ? പോയി ഭക്ഷണം കഴിക്കാനായിട്ട് നോക്ക് ഒക്കെ സംസാരിക്കുമ്പോൾ വേണ്ട ചന്ദ്രൻ, നീ ഒന്ന് പോ, എനിക്കൊരു സമാധാനം എന്തോ. മനസ്സിലായിപ്പോ ആ പെണ്ണ് പോയതിൻ്റെ കാര്യമായിരിക്കും. അത് നിങ്ങളുടെ മോളൊന്നുമില്ലല്ലോ, അവൾ ഒളിച്ചോളി പോകാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യേ. നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ കാര്യം? ചന്ദ്രേ, നിനക്കിങ്ങനെ പറയാം, പക്ഷേ അവളും എൻ്റെ സ്വന്തം മോളെ പോലെയായിരുന്നു. ഞാൻ അവളെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കതെല്ലാം കേട്ടും കണ്ടും നോക്കിയിരിക്കാനായിട്ട് പറ്റുമോ? എനിക്ക് സങ്കടം കൊണ്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ രവി പറയാം. അവളുടെ
അഹങ്കാരം കൊണ്ടല്ലേ അവൾ ഓടിപ്പോയത്. അവൾക്കൊരു പയ്യനെ ഇഷ്ടമാണെന്ന് തോന്നി ആ പയ്യൻ്റെ ഒപ്പം ഓടിപ്പോയി. നോക്കിയ അച്ഛനും അമ്മയും വേണ്ടാന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ അവളുടെ അഹങ്കാരം തൻ്റെ ഇടമൊക്കെ കൊണ്ട് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് അതേ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി വരുന്നത്. അപ്പോൾ ശ്രീകാന്തും വർഷയും കൂടി വരിക. അപ്പോൾ ശ്രീകാന്തും വർഷയും കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും അല്ല നിങ്ങൾ രണ്ടുപേരും ഒരുങ്ങിയത് എങ്ങോട്ടാണ്? അത് പിന്നെ അല്ല നിങ്ങളിന്ന് ഓഫീസിലേക്കൊന്നും പോയില്ലേ? ഇല്ല പോയില്ല, ഞങ്ങളൊന്ന് ചുമ്മാ ചുറ്റിക്കറങ്ങാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ രവിയാണെങ്കിൽ അതാണ് മോനെ നല്ലത്, ഇടയ്ക്കൊക്കെ നിങ്ങളിങ്ങനെ ചുറ്റിക്കറങ്ങ്. അയ്യടാ പറയുന്ന ആൾ കേട്ടില്ലേ, ഈ ഒരു ഇത് എനിക്കും ഉണ്ടായിരുന്നു, എന്നിട്ട് എന്നെ എങ്ങും ചുറ്റിക്കറങ്ങാനൊന്നും കൊണ്ടുപോയില്ലല്ലോ. നിങ്ങൾക്കപ്പം എൻ്റെ കാര്യത്തിൽ ഇതുണ്ടാവില്ല. എൻ്റെ പൊന്ന് ചന്ദ്ര, ഇനി അതേ പിടിച്ച് കയറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വർഷയാണെങ്കിൽ പറ നിങ്ങൾ. അപ്പോൾ ശ്രീകാന്താണെങ്കിൽ നീ പറയടി, നീ പറ. അപ്പോൾ ചന്ദ്ര നോക്കിക്കഴിഞ്ഞപ്പോഴൊക്കെ എന്താണ് രണ്ടുപേർക്ക് എന്തൊക്കെയോ പറയാനുണ്ടല്ലോ, എന്താണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ എന്താടാ പറയടാ എന്ന് അച്ഛനും പറയാ. അതെ, ഞങ്ങളൊരു ടൂറ് പോയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ട്. എങ്കിൽ പിന്നെ അതായിക്കൂടെ, ടൂറ് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ടൂറ് പോകാമല്ലേ? ടൂറ് പോയിക്കോ. എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? അത് പിന്നെ തേക്കടി അങ്ങനത്തെ കുറേ സംഭവങ്ങളിലൊക്കെ കാണാനും വേണ്ടി പോവാണ്. അപ്പോൾ ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ എന്തിനാണ് നിങ്ങളിപ്പോൾ ടൂറൊക്കെ പോകുന്നത്? അതിൻ്റെ വല്ല കാര്യമുണ്ടോ? അപ്പോൾ വർഷയാണെങ്കിൽ ടൂർ പോകുന്നതോ അവിടെ പോയി കിടന്ന് ഉറങ്ങാനായിട്ട്? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ കിടന്നിട്ട് ഒരു മനസ്സമാധാനമില്ല, ഉറക്കം മര്യാദക്ക് കിട്ടുന്നുമില്ല. അതുകൊണ്ട് അവിടെ പോയി കിടന്ന് ഉറങ്ങാനാണ് പോകുന്നത്. എന്താ പോരെ ആൻറ്റി? വർഷം മോളെ നീ പറഞ്ഞത് കലക്കി മോളെ. അല്ല പിന്നെ ആൻറ്റിക്ക് ഞങ്ങൾ ടൂറ് വിടാതിരിക്കാനുള്ള തന്ത്രപ്പാടുകളെല്ലാം ചെയ്യണം. അപ്പം ഇങ്ങനെ ഒരു ഡയലോഗൊക്കെ വിടണ്ടേ അങ്ങളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ രവിയാണെങ്കിൽ ചന്ദ്രൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചന്ദ്രേ? പിന്നീട് സച്ചി രേവതിയും കാണിക്കുകയാണ്. അപ്പോൾ സച്ചിൻ രേവതിയും കൂടി അശോകൻ്റെ വീട് നോക്കി വരിക. അപ്പോൾ അശോകൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അശോകൻ്റെ ഭാര്യ കൂടി ഭയങ്കര തർക്കമാണ്. നീയാണ് മോളെ വഷളാക്കിയത്, സ്നേഹിച്ച് ലാളനെയൊക്കെ കൊടുത്ത് വഷളാക്കി. അവൾ പറയുന്ന ഏത് കാര്യവും സാധിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ, ഇപ്പം അവളെ തോന്നിയ ഇതിന് പോയില്ലേ, നാട്ടുകാരുടെ മുന്നിൽ ഇനി എങ്ങനെ നോക്കും, അവരുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കാനായിട്ട് പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അശോകൻ ഇങ്ങനെ പറയുകയാണ്. എന്താണ് അശോകേട്ടാ ഇങ്ങനെ എന്നോട് സംസാരിക്കല്ലേ, നമുക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ, അവളെ പിന്നെ സ്നേഹം കൊടുത്ത് വളർത്തണ്ടേ. പക്ഷെ അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ അശോകേട്ടാ, നിന്നെയാണ് ശരിയാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സച്ചിയും രേവതിയും കയറി വരികയാണ്. അപ്പോൾ സച്ചി പറയുകയാണെങ്കിൽ എന്താങ്ങളെ ഇങ്ങനെ ഒച്ചത്തിൽ കിടന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നാട്ടുകാർ മുഴുവനും കേൾക്കും, പിന്നെ സംഭവങ്ങളെല്ലാം അറിയും. അങ്കിളായിട്ട് നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങളൊന്നും മിണ്ടാതിരിക്കാങ്കളെ എന്നൊക്കെ പറയാണ്. എന്നാലും എൻ്റെ മോനെ സച്ചി എനിക്ക് സങ്കടം സഹിക്കാൻ പോലും പറ്റുന്നില്ല. അവളെങ്ങനെ ലാളനം കൊടുത്ത് വളർത്തിയതാണ്, എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. എന്നാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മോൾ എവിടെ ഉണ്ടെന്ന് അറിയാം. ഫെബിനും മോളും കൂടി ഒരു കൂട്ടുകാരത്തിൻ്റെ വീട്ടിലുണ്ട്, അവരെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അശ്വന് ഭയങ്കര സന്തോഷം തോന്നാണോ, മോളെ കണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ കണ്ടു, നിങ്ങളോട് അവർ പറഞ്ഞല്ലേ ഈ കല്യാണം നടത്തി തരണമെന്ന്. നിങ്ങൾ നടത്തി തരില്ലെന്ന് പറഞ്ഞ് ഒറ്റ കാല് പിടിച്ചുകൊണ്ട് നിന്നു. ആ സമയത്ത് പിന്നെ എന്ത് ചെയ്യാനാണ്? അവരുടെ ഇഷ്ടത്തിന് ഒളിച്ചോടിപ്പോയി. അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. അവർക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം അവർ കഴിയട്ടെ അങ്ങളെ, അതിന് നമ്മളായിട്ട് എന്തിനാ തടസ്സം നിൽക്കുന്നത്? അപ്പോൾ ഇപ്പം തന്നെ കണ്ടില്ലേ, ഞാൻ രേവതിയും കല്യാണം കഴിച്ചു. എൻ്റെ സ്വഭാവം നേരത്തെ എങ്ങനെയായിരുന്നു? വളരെ മോശമായിരുന്നില്ലേ? പക്ഷേ എൻ്റെ സ്വഭാവം നന്നായിട്ടിപ്പം മാറിയില്ലേ? അതിനെല്ലാത്തിനും കാരണക്കാരി ആര്യാ? രേവതിയല്ലേ? അപ്പോൾ അതേപോലെ തന്നെ അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുള്ളൂ. നിങ്ങൾ ഇതിനെ ഉടക്ക വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വേറെ വല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടും. പിന്നെ മകളെയും മകനെയൊക്കെ ഒന്ന് കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് പാരൻസിന്, ഇങ്ങനെ പറയാം. അപ്പം ഇനി ഏതായാലും അങ്ങളെ ആ വീട്ടിൽ പോയി കൂടി ഒന്ന് സംസാരിക്കണം. ആ വീട്ടിൽ പോയി കൂടി സംസാരിച്ച് കഴിഞ്ഞാലേ ശരിയാവുള്ളൂ. ഞാൻ ഏതായാലും ആ വീട്ടിലും കൂടി പോയി സംസാരിക്കണേ. അതേ മോനെ സച്ചി, നീ തന്നെ പോയി സംസാരിച്ചാൽ മതി, ഞങ്ങൾ വന്നാൽ ശരിയാവില്ല. ശരി അങ്ങളെ, ഞാൻ ഏതായാലും പോയി സംസാരിക്കാം. സച്ചി, നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. നല്ലൊരു വാർത്തയും കൊണ്ട് നീ വന്നത് ഒരിക്കലും തന്നെ ഞങ്ങൾ മറക്കില്ല. എൻ്റെ മകനെ പോലെ തന്നെയാണ് നീ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്കൾ എൻ്റെ അച്ഛനെ പോലെ തന്നെയല്ലേ? അങ്കിൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് താങ്ങാൻ പോലും പറ്റുമോ അങ്കളെ? എൻ്റെ കടമ ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് സച്ചി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അതാവായിരുന്നു ബീരാനിക്കയും ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങാം. അപ്പോൾ സച്ചിയും രേവതിയും ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങി ഇവർ കഴിഞ്ഞപ്പോഴും ബീരാനിക്ക അയ്യോ എൻ്റെ ദൈവം, എൻ്റെ ഫോൺ ഓട്ടോറിക്ഷയിൽ വെച്ച് മറന്നുപോയല്ലോ, ഓട്ടോറിക്ഷക്കാരാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അടിച്ചില്ലേ, ഓട്ടോറിക്ഷ നിർത്തവിടെ. അങ്ങനെ ഓട്ടോറിക്ഷ അവിടെ നിർത്തുകയാണ്. എൻ്റെ പൊന്ന് ചേട്ടാ, ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി മറന്നു. സമയം തന്നെ സച്ചിൻ രേവതിയും കൂടി വണ്ടിയുടെ അടുത്തേക്ക് വരിക.
അങ്ങനെ ഏതായാലും നന്നായിട്ടേട്ടാ ഞാൻ വിളിച്ചിട്ട് ചേട്ടൻ നിർത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയാനായിരുന്നു. ഏതായാലും ചേട്ടൻ നിർത്തിയല്ലോ. അപ്പോഴേക്കും സച്ചിൻ രേവതിയും കൂടി വണ്ടിയിലേക്ക് കയറുകയും ചെയ്യാണ്. അങ്ങനെ ബീരാനിക്ക ആ ഫോൺ എടുത്തിട്ട് നേരെ ഇവരുടെ വീട്ടിലേക്ക് കയറുക. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി നേരെ ആ ഒരു ബീരാനിക്കടെ പെങ്ങക്കടെ വീട്ടിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ കോളിംഗ് ബെല്ല് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു കഥ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ രേവതിയാണ്. രേവതിയോ? നിങ്ങൾ ഏത് രേവതി? നിങ്ങളെന്തിനാ ഇപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്? അത് ചില കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയാ. അതെ, ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളെയും കൊണ്ട് ഒരു പെണ്ണിനെയും കൊണ്ടാണ് നിങ്ങളുടെ മകൻ ഒളിച്ചോടിപ്പോയത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെന്നകത്തേക്ക് വാ. പക്ഷേ നിങ്ങളിങ്ങനെ ചുമ്മാ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്. ഫെബിനും അതേപോലെ തന്നെ മാളവികയും എവിടെയുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ആണോ അവരെവിടെയുണ്ടെന്ന് കണ്ടെത്തിയോ? കണ്ടെത്തി. അവരോട് സംസാരിച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങളുടെ കടുംപിടുത്തമൊക്കെ മാറ്റി വയ്ക്കുക. എന്നിട്ട് അവരെ നിങ്ങൾ അംഗീകരിക്കാനായിട്ട് നോക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഫെബിൻ്റെ അച്ഛൻ പറയാണ്, ഇനി ഞങ്ങൾ എങ്ങനെ അവരെ അംഗീകരിക്കാനാണ്? അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? അച്ഛനും അമ്മയെ ചതിച്ചില്ല അവൻ. പിന്നെ ഞങ്ങൾ എന്ത് അംഗീകരിക്കാനാണ്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ലേ? അതേന്നേ, അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത്യുഗ്രനമായിട്ട് തന്നെ നമുക്ക് ഈ കല്യാണം നടത്താം. അതിൽ യാതൊരു തടസ്സവും ഉണ്ടാവില്ല. എന്താ, സന്തോഷമായില്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് സമാധാനമൊക്കെ ആവുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.